ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബ്ലസ്സി ചിത്രം ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബെന്യാമിന്റെ നോവലായ ആടുജീവിതം സിനിമയാകുമ്പോൾ നജീബായി വേഷപ്പകർച്ച നടത്തിയിട്ടുള്ളത് പൃഥ്വിരാജാണ്. എറണാകുളത്തെ വനിതാ തിയേറ്ററിൽ നജീബും സിനിമയുടെ അണിയറ പ്രവർത്തകരും ആദ്യ ഷോ കാണാൻ എത്തുന്നുണ്ട്. വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവൽ ആയിരുന്നു ആടുജീവിതം. അതിൻ്റെ ദൃശ്യാവിഷ്കാരവും അത്തരത്തിൽ തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് അടക്കം ഷൂട്ടിങ്ങുമൊക്കെയായി ബന്ധപ്പെട്ട് വിദേശത്തായിരുന്നപ്പോൾ ഷൂട്ടിംഗ് സംഘം അവിടെ കുടുങ്ങിപ്പോയത്. പൃഥ്വിരാജ് എന്ന നടൻ ഒരുപക്ഷെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന് പൊതുവെ വിലയിരുത്തുന്ന ചിത്രം ആണ്. നവമി ചേരുന്നുണ്ട്. നവമി, ഇങ്ങനൊരു വാർത്ത നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരുന്നത്, ഒന്ന്, ഈ ആടുജീവിതം എന്ന നോവലിന് ലഭിച്ച വലിയൊരു സ്വീകാര്യതയുണ്ട്. രണ്ട്, നജീബിൻ്റെ ദുരിതം എന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പിന്നീട് മലയാളികൾ അറിഞ്ഞതാണ്. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല ആ തിരിച്ചുവരവ്. പക്ഷേ അത്തരം സിനിമകൾ വലിയ തോതിൽ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സിൽ ഇതുപോലെ തന്നെ ഒരു യാത്ര പോവുകയും അവർ ദുരിതത്തിലാവുകയും അവർ വീണ്ടെടുക്കുകയും ചെയ്ത ഒരു കഥയാണ്. അതിപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയാണോ ആടുജീവിതവും പുലർത്തുന്നത്? തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആടുജീവിതം നോവൽ വായിച്ച ഒരാൾക്കും നജീബിനെ മറക്കാൻ കഴിയില്ല. ആ ചിത്രത്തിൽ, ആ ബുക്കിലെ ഓരോ കഥാപാത്രവും ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത് തിരശ്ശീലയിൽ വരുമ്പോൾ പൃഥ്വിരാജ് എടുത്ത ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സിനിമ തിയേറ്ററുകളിൽ എത്താൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ എന്തായിരിക്കും പ്രേക്ഷകരുടെ പ്രതീക്ഷ വളരെ ഏറെയാണ്. കാരണം അവർ അത്രമാത്രം കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഈ കൊറോണ കാലത്ത് അവർ അനുഭവിച്ച ദുരിതവും ഒക്കെ അതൊക്കെ അപ്പുറത്തേക്ക് നജീബിന്റെ ഒരു ജീവിതം നമുക്കൊന്നും ഊഹിക്കാൻ കഴിയുന്നതിലൊക്കെ അപ്പുറത്തേക്കാണ് നജീബ് അനുഭവിച്ച ആ ഒരു വിഷമം, അദ്ദേഹം കടന്നു വന്ന ആ ഒരു വിഷമഘട്ടങ്ങളൊക്കെ. എന്തായാലും സിനിമ കാണാൻ നജീബ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുസ്തകം എഴുതിയ ബെന്യാമിനും നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം കൂടിയാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ ജേർണിയിലെല്ലാം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. സർ, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. ആടുജീവിതം വായിച്ച നമുക്ക് എല്ലാവർക്കും നജീബൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. അതിലെ ഓരോ ക്യാരക്ടറും നജീബിന്റെ ഒക്കെ ആ ഒരു വിഷമഘട്ടത്തിൽ കൂടി നമ്മളൊക്കെ സഞ്ചരിച്ചതാണ്. ആ സിനിമ സാറിന്റെയും കൂടി ഒരു സ്വപ്നമാണ്. തിയേറ്ററുകളിൽ എത്തുമ്പോൾ, തിരശ്ശീലയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട്. വളരെയധികം. കാരണം ഞാൻ എഴുതി വെച്ച വാക്കുകളുടെ പിന്നാലെ ഒരു സംവിധായകൻ 16 വർഷക്കാലം അലയുകയും ഒരു നടൻ അദ്ദേഹത്തിന്റെ ശരീരത്തെ പോലും പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അഭിനയിക്കാൻ വേണ്ടി തയ്യാറാവുകയൊക്കെ ചെയ്തതിന്റെ ഒരു സന്തോഷ നിമിഷത്തിലാണുള്ളത്. നമ്മൾ ഓരോരുത്തരും പുസ്തകങ്ങളിലൂടെ, അക്ഷരങ്ങളിലൂടെ അനുഭവിച്ച വികാരം, ആ തീക്ഷ്ണത അപ്രവാളികളിൽ കാണാൻ വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഞാനും. ഇത്രയും നാളത്തെ ഇവരുടെ ഈ കഠിനാധ്വാനം നിശ്ചയമായിട്ടും സാഫല്യത്തിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. ഓരോ പ്രേക്ഷകനും അത്തരത്തിൽ കണ്ട് അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. സാറ്, ആദ്യം ബ്ലസ്സി സാർ ഇങ്ങനെ ഒന്ന് ഒരു പുസ്തകം സിനിമയാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സാറിന് എന്താണ് ആദ്യം തോന്നിയത്? വളരെ സന്തോഷമാണ്. കാരണം നമ്മളുടെ ഇടയിലെ വായനാ സമൂഹം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഒരു സിനിമ എത്തുന്നതോടുകൂടി നമ്മൾ അവതരിപ്പിക്കുന്ന കഥയും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ വലിയൊരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിലേക്ക് എത്തപ്പെടുകയാണ്. സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമ എന്ന കലയുടെ സാധ്യത ഇഷ്ടപ്പെടുന്ന അനേക ലക്ഷം മനുഷ്യരുണ്ട്. അവരുടെ ഉള്ളിലേക്ക് നമ്മുടെ കഥ എത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നജീബിനോടൊപ്പം ഇരുന്ന് ഈ സിനിമ കാണുന്നതും ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു സംഗതിയല്ലേ? തീർച്ചയായിട്ടും. അത് ഒരു അപൂർവ അനുഭവമാണ്. ഒരുപക്ഷെ എത്ര കഥാകാരന്മാർക്ക് അത്തരത്തിലുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സ്വന്തം കഥാപാത്രത്തിന്റെ, ജീവനുള്ള ആളിനൊപ്പം ഇരുന്ന് ആ അനുഭവം പങ്കിടുക എന്ന് പറയുന്ന തീക്ഷ്ണ വികാരങ്ങളിലൂടെ കടന്നു പോവുക എന്നത് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും സാർ. സിനിമയും നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അഭിലാഷ്, ബെന്യാമിൻ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഈ സിനിമ നോക്കിക്കാണുന്നത്. കാരണം ആടുജീവിതം വായിച്ചു, അത് നജീബിന്റെ കഥ നമ്മൾ വായിച്ചു. ആ നമ്മൾ വായിച്ചതൊക്കെ നമ്മുടെ മുന്നിലേക്ക്
ചിത്രം പോലെ നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൽ പൃഥ്വിരാജ് എടുത്ത എഫേർട്ട്, അദ്ദേഹത്തിന്റെ ഈ ശരീരം കൊണ്ട്, അതായത് വെയിറ്റ് അത്രയുമേറെ വെയിറ്റ് കുറച്ച് ആ ഒരു മരുഭൂമിയിൽ അദ്ദേഹം അനുഭവിച്ച, ഈ ഒരു സിനിമയുടെ ഫുൾ ക്രൂ അനുഭവിച്ച ഒരു സ്ട്രഗിൾ ഒക്കെ നമ്മൾ അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളിലൊക്കെ കണ്ടതാണ്. എന്തായാലും നജീബ് അല്പസമയത്തിനുള്ളിൽ തന്നെ തിരശ്ശീലയിൽ നമുക്ക് മുന്നിൽ എത്തുമ്പോൾ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ ഏവരും വിശ്വസിക്കുന്നത്. അതോടൊപ്പം ഈ കേരളത്തിൽ മാത്രമല്ല, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിലും ഈ ചിത്രം ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകരും ഒക്കെ സിനിമ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ഒരു 3 ദിവസത്തേക്ക് തന്നെ ഇപ്പൊ അവധി കൂടി ആയതുകൊണ്ട് തിയേറ്ററുകളിലെല്ലാം ടിക്കറ്റ് നമുക്ക് കിട്ടാനില്ല. പ്രീ ബുക്കിംഗ് കഴിഞ്ഞു. 1 കോടിയിലധികം രൂപയാണ് ഇതുവരെ സിനിമ കളക്ട് ചെയ്തത്. എന്തായാലും കളക്ഷനുകളൊക്കെ അപ്പുറത്തേക്ക് മലയാള സിനിമ ഇപ്പോൾ ഏത് ലെവലിലാണ് എത്തി നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ ഒരു ആടുജീവിതത്തിന്റെ ലോകമെമ്പാടുമുള്ളവർ കാത്തിരിക്കുന്നു. അതോടൊപ്പം അഭിലാഷ് പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ, പ്രേമലും ഒക്കെ മലയാളത്തിന് അഭിമാനമായി ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ ആടുജീവിതം എത്തിപ്പെടുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. അതിലേറെ ആടുജീവിതം വായിച്ച, ആസ്വദിച്ച എല്ലാവർക്കും ഇന്നൊരു സുവർണ അവസരം കൂടിയാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ അത് കാണാനും കൂടി. തീർച്ചയായും എഴുത്തുകാരൻ ബെന്യാമിൻ സൂചിപ്പിച്ചതുപോലെ വായനാനുഭവം ആളുകൾക്ക് കുറവാണ് എങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങാണ് സിനിമാ അനുഭവം എന്നത്. അത്രയധികം ആളുകളാണ് തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒരു പക്ഷേ മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നോ ഇന്ത്യൻ ക്ലാസിക്കുകളിൽ ഒന്നോ ആയി മാറും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ചിത്രം ആണ്. അത് നജീബിൻ്റെ കഥയാണ് പറയുന്നത്. നജീബ് തിയേറ്ററിലേക്ക് നേരിട്ട് ഈ ചിത്രം കാണാൻ എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത് നജീബ് എന്നുകൂടി ശ്രദ്ധിക്കാം. എങ്ങനെയുണ്ട് ഈ ഒരു സന്തോഷം, ആ ഒരു ജീവിതം സിനിമയിലൂടെ കാണുകയാണ്? വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോ ഇത് കാണാൻ പോവല്ലേ, അപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ഇപ്പൊ കണ്ടിട്ട് വന്നിട്ട്